അത്യന്തം പ്രതിഷേധാർഹമായ ഒരു കാര്യത്തിലേക്കാണ് ഇനി വാർത്ത കടക്കുന്നത്. പാലക്കാട് ദുരഭിമാന കൊലക്കേസ് പ്രതി കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. തേങ്കുറിശ്ശി ദുരഭിമാന കൊലക്കേസ് പ്രതി സുരേഷ് കുമാറാണ് അനന്തരവൾ കൂടിയായ ഹരിതയെ ഭീഷണിപ്പെടുത്തിയത്. ഹരിതയുടെ പരാതിയെ തുടർന്ന് പുറത്തിറങ്ങിയ പ്രതി 4-ാം ദിവസം വീണ്ടും ജയിലിലായിപ്പോയി. എന്തായാലും നന്നായി പിടിച്ചകത്തിട്ടു. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. പറയൂ ഷംന. ഗുഡ് മോർണിംഗ്. വലിയ ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിന് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയ ഒരു കൊലപാതകം കൂടിയായിരുന്നു തേൻകുറിശ്ശി അനീഷ് വധക്കേസ്. ദുരഭിമാന കൊലയായിരുന്നു. ഈ ഇതര ജാതിയിൽപ്പെട്ട ഹരിതയും അനീഷും പ്രണയിച്ച് വിവാഹം കഴിച്ചതിനെ തുടർന്ന് 88-ാം നാൾ വിവാഹം കഴിഞ്ഞ 88-ാം നാൾ സ്വന്തം അച്ഛനും അമ്മാവനും കൂടി അനീഷിനെ കൊലപ്പെടുത്തുകയായിരുന്നു. അത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി 90 ദിവസം തികയുന്നതിന് മുൻപ് തന്നെ താലി അറുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുള്ള ഒരു കൊലപാതകമായിരുന്നു ആ ദുരഭിമാന കൊല. അത് കഴിഞ്ഞ് പിന്നീട് കോടതി ശിക്ഷ വിധിക്കുന്നു. 2 പ്രതികൾക്കും ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ ലഭിച്ചു. പക്ഷെ പിന്നീട് പരോളിൽ ഇറങ്ങിയ ഈ പ്രതി ഈ ഹരിതയുടെ അമ്മാവൻ കൂടിയായിട്ടുള്ള സുരേഷ് കുമാറാണ് ഇപ്പോൾ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നിന്നെ കൊല്ലും, ഭർത്താവിനെ കൊന്നതുപോലെ നിന്നെയും കൊല്ലും എന്നായിരുന്നു ഹരിതയോട് ഭീഷണിപ്പെടുത്തിയിരുന്നത്. തുടർന്ന് ഹരിത കുഴൽമന്ദം പോലീസിൽ പരാതിപ്പെടുകയും കേസെടുക്കുകയും ജാമ്യത്തിലിറങ്ങി 4-ാം നാൾ ഇയാൾ തിരികെ ജയിലിലേക്ക് പോവേണ്ട ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി വിധിയെ തുടർന്ന് 20 ദിവസത്തെ പരോളിന് വേണ്ടിയാണ് 24-ാം തീയതി ഈ സുരേഷ് കുമാർ ജയിലിൽ നിന്നും ഇറങ്ങുന്നത്. പക്ഷേ ഹരിതയുടെ പരാതിയെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ ജയിലിലാവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.